ഹലോ ഗൈസ്, ഞാൻ വിഷമിച്ച് വീഡിയോ ചെയ്യല്ല, സവാള അരിഞ്ഞതാണ്. സോ ഐ തോട്ട് സവാള അരിയുമ്പോൾ വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എഗെയിൻ വീഡിയോ എടുക്കാൻ സമയമായി എന്ന് വിചാരിച്ച് ഞാൻ ഇതാ വീഡിയോ എടുക്കാൻ റെഡിയായി. ഇതിൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ ഉള്ളിവട, എൻ്റെ തട്ടിക്കൂട്ട് ഉള്ളിവട എന്ന് പറഞ്ഞാൽ സവാള ഉണ്ടായിരിക്കണേ. തട്ടിക്കൂട്ട് സവാള വട ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. സാധാരണ ഇങ്ങനെ സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാനിങ്ങനെ അങ്ങനെ തന്നെ കടലമാവിലൊക്കെ മുക്കി ഉണ്ടാക്കാൻ ചെയ്യാറ്. എനിക്കറിയില്ല, എൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു പണ്ട്. ഈ കുഞ്ഞു കത്തിട്ട് എനിക്കൊന്നും ചെയ്തു പോയി. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്താ വിചാരിച്ച്, എന്തായാലും ഇതിനെ കുനുകുന അരിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതെന്നാലും പറഞ്ഞിട്ടും ആരും ഇതാക്കിയിട്ടും അല്ല. പക്ഷെ ഞാൻ അമ്മേൻ്റെ ജസ്റ്റ് ഒരു സജഷൻ ചോദിച്ചു. സജഷൻ ചോദിച്ചാൽ എങ്ങനെയാണ്, ഇന്ന് എന്താ ഉണ്ടാക്കുക ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ് പരിപ്പോട് ഉണ്ടാക്കി വെക്കും. പരിപ്പോട് ഉണ്ടാക്കി നോക്കിയത് പരിപ്പില്ല. നമ്മളെ തീരുമാനങ്ങളെല്ലാം സഡനും പ്ലാൻഡും അല്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഞാൻ മാത്രം. ഭാഗ്യം റെക്കോർഡിങ് എഴുതി വെച്ചൊന്ന് റെക്കോർഡിങ് നമുക്ക്. അപ്പോൾ നമ്മൾ സവാള കുനുകുനായിരുന്നിട്ട് നീ എന്ത് ചെയ്യാനാ പോണം എന്നോട് ചോദിക്കരുത്. എനിക്കറിയില്ല ഞാൻ സവാള കുനുകുനായിരുന്നിട്ട് എന്താ ചെയ്യുന്നത്. ഇതിൽ ഇഞ്ചി ഇടുന്നു വിചാരിക്കും, എനിക്കറിയില്ല. ആസ് എ ബിഗിനർ ഇല്ല, ഞാൻ സവാള വട പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഞാൻ ബിഗിനറാണ്. ടോട്ടലി ഒരു 20s ഉള്ളവരെല്ലാം ലിറ്ററലി ബിഗിനേഴ്സാണ്. കാരണം ഞാൻ 2-3 പിള്ളേരെ നോക്കി വളർത്തിണ്ടാക്കിയിട്ടില്ല. സോ ഐ ആം ഓൾവേസ് എ ബിഗിനർ ടു കിച്ചൺ, ഐ ഫീൽ ലൈക്ക്. അപ്പോൾ ഇത്രയുടെ തന്നെ വലിയ സവാള വടക്കുള്ള കുറയാനില്ല. ഇത് ഇത്രയും കുനുകുന അരിഞ്ഞിട്ട് ഇതിൻ്റെ എഫക്റ്റ് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നോക്കണം. പിന്നെ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? ഞാനിങ്ങനെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഞാനപ്പോൾ അതിന് ഇനി പ്രിപ്പറേഷൻ ഇനി എടുത്തത് ചെയ്യണം. എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകും. റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നല്ല ക്ലാരിറ്റി ഒന്നും, ഒരു കംഫർട്ടിനനുസരിച്ച്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെ വെക്കിയത്, വേറെ സ്ഥലത്ത് പോയിട്ട് സവാളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെ വെക്കും? ക്യാമറ പ്ലേസ് ചെയ്യലാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പാർട്ട്. ലെറ്റ് മീ ചെക്ക്. ക്യാമറ പ്ലേസ്മെൻ്റാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പാർട്ടെന്ന് എനിക്ക് തോന്നിയത്. റെക്കോർഡിംഗ് ആണ്. ഞാനിത് ഫുള്ളിരുന്ന് കട്ട് ചെയ്തിടുമെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയി. ഇതിങ്ങനെ കുനുകുനാ അരിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി. അതിലെന്താണ് നമ്മളിപ്പോൾ പ്രഭയാണെങ്കിൽ നമ്മൾ ടൈമും ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. നമ്മൾ ഇരിക്കുമ്പോൾ അത്യാവശ്യം സ്പെഷ്യലൊക്കെ ഉണ്ടാവും. എനിക്കറിയാൻ മേലെ ഞാൻ ജോലിക്ക് പോയി എന്താ ചെയ്യാൻ വേണ്ടിയിരിക്കണം. എന്തെങ്കിലും സ്പെഷ്യൽസ് ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ കുരുമുന കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഞാൻ ഇത്രയ്ക്കേ എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു 3-4 സവാള എടുത്തു. പിന്നെ ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓൾറെഡി കുറച്ചതിലെന്തായാലും ഞാൻ അരിഞ്ഞു വെച്ചതിന് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അരിയണമെങ്കിലും കൂടുതൽ അരിഞ്ഞു വെക്കും. ക്ലീനാക്കി വെക്കുമ്പോൾ എനിക്ക് അടുത്ത കറിക്ക് അതെപ്പോഴും വേഗം എടുക്കാമല്ലോ. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ തള്ളി കയറ്റിക്കും സാധനങ്ങളൊക്കെ. കരഞ്ഞു വീണ്ട് എന്തോ ദുരിതം പറ്റിയ പോലെ. ഓക്കെ, ഇത് ഇത്രയും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പച്ചമുളകുണ്ട്. പച്ചമുളക് ഓവറായിട്ട് കഴിഞ്ഞാൽ ഞാൻ എരിഞ്ഞ് ചാവുമെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഞാൻ ഇപ്പോൾ കടലമാവിൻ്റെ ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ പൊടികളെല്ലാവരും ഞങ്ങൾ വീട്ടിൽ മില്ലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലോർ മില്ലിൽ തരം സാധനങ്ങൾ തന്നെയാണ് ഞാൻ കൊണ്ടുപോകാൻ. അധികം സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങൽ കുറവാണ്.
ഈ പൊടി ഐറ്റംസൊക്കെ. വീട്ടിൽ നിന്ന് ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റുന്നുണ്ടല്ല, പെയ്ഡാണ്. അല്ലാതെ ഞാൻ അങ്ങനെ അമ്മയാണ് ചെയ്യണതല്ല. അപ്പോൾ അത് കഴുകി ഉണക്കുമ്പോൾ നീറ്റായിട്ട് പാക്ക് ചെയ്യും. അപ്പം ഞാൻ അത് തന്നെ എടുത്ത് കൊണ്ട് എനിക്കങ്ങനെ എപ്പോഴും ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വേറൊരു ഇത് കാണിച്ചു തരാം. ചപ്പാത്തി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ് പൊടിയൊക്കെ. അത് നമ്മൾ സാധാരണ പൊടിപ്പിക്കണ പൊടിയും വാങ്ങണ പൊടിയും ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്കിത് ഓൾറെഡി നാച്ചുറലാണ്. അപ്പോൾ ഞാൻ ഇതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവരിക, നല്ല പൊടികളാണ്. അപ്പോൾ അതാണ് ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഐറ്റംസ് ഞാൻ പുറത്തുനിന്ന് വാങ്ങൽ ഇവിടെ കുറവാണ് സൈൻ ഐറ്റംസ്. അപ്പോൾ നമ്മുടെ വീട്ടിലും ഒരു ബിസിനസ്സായി അമ്മയ്ക്കൊരു ഇതായി എന്നുള്ള പോലെ ഞാനത് വാങ്ങും പെയ്ഡായിട്ട്. അപ്പോൾ ആക്ച്വലി നല്ല സൂപ്പറായിട്ടത് അമ്മ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യാന്നുള്ളതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ കണ്ടോ പൊടി കൊണ്ട് ഭയങ്കര നൈസ് പൊടി. നല്ല എനിക്ക് അവർ പുറത്തുനിന്ന് കൃഷി ചെയ്യുന്ന മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്നവരൊന്നും എടുക്കുന്നുണ്ട് മഞ്ഞളൊക്കെ. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളായാണ്. പിന്നെ അമ്മ നന്നായി നീറ്റായി കഴുകി ക്ലീനാക്കിയുണ്ടോ. പൊടികളും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പരസ്യമായിക്കോട്ടെ കണ്ടു നല്ല പൊടി മുളക് പൊടി നല്ലതാണ്. അപ്പം ഞാൻ അതും ഇടുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പിടാം. എൻ്റെ ദൈവമേ, ഉപ്പ് ഇവിടെ കൊണ്ടുവച്ചാലും കാണില്ല. ഉപ്പും ഞാൻ തമ്മിലൂടെ യുദ്ധമാണ് യുദ്ധം. എന്നാൽ ഞാനൊരു സ്ഥലത്ത് ഉപ്പ് വയ്ക്കും, പിന്നെ അപ്പുറത്തെ സ്ഥലം പിന്നെയും വയ്ക്കും, പിന്നെ ഞാൻ തപ്പി നടക്കും ഉപ്പിനെ കണ്ടുകൊണ്ട്. ഉപ്പ് എപ്പോഴും അമ്മ പറയുക കുറച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ അമ്മ വെച്ചു ഉപ്പ് കുറച്ചിട്ട് പിന്നെ ഉപ്പ് കൂടുതലിടാമല്ലോ പിന്നെ അതിന് ശേഷം എന്ന് പറയും സജഷൻ. നമ്മൾ ഉപ്പിനെ എപ്പോഴും നമ്മൾ കുറച്ചാണ് ഇടാൻ പാടുക. എന്നിട്ട് ഇതെത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടത്. എനിക്കിതിനെ കടലമാവൊക്കെ ചേർത്ത് സ്റ്റിക്കി ആക്കിയിട്ട് വേണം. ഞാൻ പ്രത്യേക ഷേപ്പൊന്നും ആക്കുന്ന എനിക്ക് ഫീൽ ചെയ്യണില്ല. ഓക്കെ, കടലമാവ് ഒരു ഉണ്ട്, അത് വെച്ചിട്ടും എനിക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കണമെന്നുണ്ട്. ഇഞ്ചി അരച്ച് ചേർക്കണമെന്നുണ്ട്. ചേർക്കും ഇഞ്ചി അരച്ചിട്ട് ഞാൻ ചേർത്തോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ഇഞ്ചി അരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആണ്. ഞാൻ ഒരു വട്ടം ചമ്മന്തി എന്ന് അരയ്ക്കുമ്പോൾ ഇതില്ലേ നമ്മുടെ എന്തൊക്കെ പുളി ഇട്ടുണ്ടായിരുന്നു. പുളി ഞാൻ അരച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇത് പെട്ടു, പുളിങ്കുരു പെട്ടു. അപ്പോൾ അത് അതിൻ്റെ ഐറ്റംസൊക്കെ വിട്ടു പോകുന്നപ്പോൾ എൻ്റെ ഭാഗത്തും പറ്റും. ലോകത്താരും ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇങ്ങനെ പുളിങ്കുരു ഇട്ടരയ്ക്കില്ല. ഇറ്റ്സ് മിസ്റ്റേക്ക്. ഞാൻ സമ്മതിച്ചു, മിസ്റ്റേക്കുകളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പിന്നുള്ള ഐഡിയ തന്നെ വലിയ ജാറുള്ളതിൽ ഞാനിട്ട് ഇതരച്ച് കഴിഞ്ഞാൽ കോമഡി ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ യുനോ ദ വിയേർഡ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ജാറിൽ അരയ്ക്കും. എൻ്റെ ജ്യൂസ് ജാറിൽ ഞാൻ അരയ്ക്കും. അരച്ച് കഴിഞ്ഞാൽ ശരിയാവും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അരയ്ക്കും. ഞാൻ ഭയങ്കര വിയേർഡാണ്. സോ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. നമുക്ക് പറ്റാത്തതായി ഒന്നുമില്ല കേട്ടോ. അരച്ച് കിട്ടി. ഞാനിപ്പോൾ ഇതിൽ അരച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൽ ഇഞ്ചിയിടോന്നും അറിയില്ല. തിന്നും പിന്നെ നമ്മളൊന്നും നോക്കില്ലല്ലോ. തിന്ന് കിട്ടി അടുത്ത് തിന്നു. അയ്യോ, ഇനി ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് വരുമോയെന്ന് എനിക്കറിയില്ല. ഇടാറുണ്ടോ? ഞാൻ പാരോട് ചോദിക്കുക. ഇടന്നെ കുളമാണെങ്കിൽ കുളം അതിൽ പരി എന്ത് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കടലമാവ് മാത്രം നമ്മൾ ഇടുന്ന ആവശ്യമുള്ളത്. കൂടുതൽ ഇടണം നോ ഐഡിയ. ബട്ട് ഞാൻ കടലമാവ് ഒരു എന്ത് കണക്കാടാന്നിങ്ങനെ പാലൊക്കെ
ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ ആണോ? എൻ്റെ ഇവിടെ സ്പൂണും ഇല്ലല്ലോ ദൈവമേ. ഞാനൊരു ഏകദേശം ഒരു അളവിലിങ്ങനെ ഇടാണ്. ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഗസ് വാട്ട് ഞാൻ പഠിച്ചു. ടേബിൾ സ്പൂണാണ് അതൊക്കെ, ടീസ്പൂണാണ് ഉണ്ടാവും. അതൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നു. So what I am going to do is ഇത് കടലമാവ് ആകുമ്പോൾ ഇതിലൊരു സ്റ്റിക്കി പോലെ വരും. അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ട ഒരു എന്താ പറയുക, റണ്ണിങ് ആണല്ലോ. 10 minutes ആയി എത്ര പെട്ടെന്ന്. സ്റ്റിക്കി പോലെ വരും കടലമാവ് ഇടുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇട്ടിട്ട് വറുത്താൽ മതിയോ, ഇങ്ങനെയൊന്നും ഞാൻ ആലോചിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇട്ട് വറുത്താൽ മതിയോ, കൂടുതൽ കടലമാവാണ്. മിച്ചക്ക് ഞാൻ ഫിഗർ ഔട്ട് ആയിട്ട് ഗൈസ്. ഞാനപ്പോൾ ഇതിന് 2 പാർട്ടാക്കി. എനിക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ 2 പാർട്ടാക്കിയിട്ട് കുറച്ച് കടലമാവ് ഇട്ടപ്പോൾ ഇത് ഉണ്ടിയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊടി കൂട്ടിയിട്ട് അതിൽ വാട്ടർ ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണ് ഇപ്പോൾ ബെറ്റർ ആയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ വെള്ളം എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വറുത്താക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വറുത്തിട്ട് വിളിക്കാം. ഞാൻ ഉണ്ടയാക്കുകയാണ് ഇത്. സാധാരണ കണ്ണ വടയുടെ ഷേപ്പ് ഒന്നും വിചാരിക്കരുത്. അതവരെങ്ങനെയാണ് ആക്കണമെന്ന് എനിക്കൊരു പിടുത്തല്ലെങ്കിൽ ഒന്ന് സവാള കുറച്ച് മറ്റേ ഇത് കൂട്ടലാന്ന് തോന്നുന്നു ബാക്കിയുള്ളടത്ത് പരിപാടി. സവാളയ്ക്കാണല്ലോ ഇമ്പോർട്ടൻസ്. സവാള ഉള്ളിവട എന്നിട്ട് സവാള അത് ഇതപ്പോൾ ഒരേ ടേസ്റ്റ് ആണല്ലോ. ഇല്ല, ഉള്ളിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൂടുതലോ. കുറേ ഇനിയിത് വൃത്തിയായി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഈ സാധനം പോസ്റ്റ് ചെയ്യില്ല. നോക്കട്ടോ, ഐ തിങ്ക് ഗുഡ് ഉണ്ടാക്കി വെച്ചാ അതൊക്കെ മതി. ഇനി ഇങ്ങനെ റെഡിയാ നോക്കാം. എനിക്ക് കാണുന്നത് അറിയില്ല. ഇതിപ്പോൾ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് വെരി നൈസ്ലി. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനിങ്ങനെ ആദ്യം ഇടുമ്പോൾ നല്ല ഫ്ലെയിം കൂട്ടിയിട്ടിടും. എന്നിട്ട് ഞാൻ അത് ഇട്ടതിന് ശേഷം നല്ല ഫ്രൈ ആയിട്ട് വരണമല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം അതിന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കൊണ്ടുപോയി എൻ്റെ ഉള്ളിലും കൂടെ ഒരു വെപ്പിടും. ആ ഒരു ഇത് വരണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മൂടി വെച്ചപ്പോൾ ആ കച്ചറായിട്ടിരിക്കും. തുറന്ന് കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഉള്ളിലും കൂടെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടിരിക്കുന്നുണ്ട്. അത് അവസ്ഥ പറയില്ല. വേണ്ട നെല്ലിക്കൊക്കെ വാങ്ങി വെച്ചു. പട്ടികൾ കൂടെ പട്ടിയെടുത്തൊരു സീനുണ്ടോ, ഓരോ നിർത്തേ ഇല്ല. രാത്രിയൊക്കെ ഭയങ്കര ആ സാധാരണ കുക്കർ ഇഷ്യൂ കഴിയണമല്ല. പിന്നെ അത് കഴിഞ്ഞാൽ പാത്രം കഴുകണം, അതുപോലെ തന്നെ വേണം. ഇനി എന്തായി നോക്കാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് കെയിം ഔട്ട് നൈസ്ലി. കഴിച്ചൊക്കെ ഭയങ്കര ചൂടുണ്ട്. അപ്പം ഞാൻ ഇത്രയാണ്. ഇല്ല എന്നെ തന്നെ പറയാം. നമ്മളെ കഴിക്കാനാളെത്തി. വളരെ നല്ലതാണ്. സക്സസ്ഫുൾ. ഇത് സോസ് കൂട്ടിയിട്ടായാലും നമ്മളെ ചമ്മന്തി ഇട്ടിട്ടായാലും കഴിക്കാം. പിന്നെ എത്രയാവും
അത് ഉണ്ടാക്കി കാട്ടില്ല